സാനിറ്ററി നാപ്കിൻസ് യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഹെൽത്ത് വൈസ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, നോൺ സെൻറ്റഡ് ആയിട്ടുള്ള, അതായത് ഫ്രാഗ്രൻസ് ഇല്ലാത്ത കോട്ടൺ പാഡ്സ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. കോട്ടൺ പാഡ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ഷീറ്റ് കോട്ടൺ ആയിട്ടുള്ള പാഡുകൾ. ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുന്നതോടുകൂടി അലർജിക്കും റാഷസിനോടുള്ള സാധ്യത അവിടെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തത്, ടോട്ടലി ക്ലോറിൻ ഫ്രീ ആയിട്ടുള്ള പാഡുകൾ ചൂസ് ചെയ്യുക. എന്ന് വെച്ചാൽ ക്ലോറിൻ ഉപയോഗിച്ച് ബ്ലീച്ച് ചെയ്യാത്ത പാഡുകൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ക്ലോറിൻ ഉപയോഗിച്ച് ബ്ലീച്ച് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ചില ബൈ പ്രൊഡക്ട്സ് വളരെ ടോക്സിക് ആയിട്ടുള്ള, ബോഡിക്ക് ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ആണ്. നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ വജനൽ ഏരിയയിലുള്ള അല്ലെങ്കിൽ ജനറ്റൽ ഏരിയയിലുള്ള സ്കിൻ എന്ന് പറഞ്ഞാൽ വളരെ പെർമിയബിൾ ആയിട്ടുള്ള ഏരിയയാണ്. അവിടെ നമ്മൾ പെട്ടെന്ന് തന്നെ ഈ കെമിക്കൽസ് ഒക്കെ അബ്സോർബ് ചെയ്യുന്ന സ്കിന്നും കൂടിയാണ്. ഇത്തരം കെമിക്കൽസ് അബ്സോർബ് ചെയ്യപ്പെടുകയും അവിടെ അക്യുമുലേറ്റ് ചെയ്യുകയും ചെയ്താൽ ഫ്യൂച്ചറിൽ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. സോ ക്ലോറിൻ ഫ്രീ ആയിട്ടുള്ള പാഡുകൾ തന്നെ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം, നമ്മൾ അറിഞ്ഞും അറിയാതെയും വരുന്ന ഒരു മിസ്റ്റേക്കാണ് പാഡിൻ്റെ സൈസ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ലീക്കേജ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വലിയ പാഡുകൾ യൂസ് ചെയ്യുന്നവരുണ്ട്. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരുപാട് സമയം അബ്സോർപ്ഷൻ കിട്ടും എന്നുള്ളത് കൊണ്ട്, പാഡ് ഇടയ്ക്കിടയ്ക്ക് മാറ്റാൻ മടിയുള്ളത് കൊണ്ട് വലിയ പാഡുകൾ ചൂസ് ചെയ്യുന്നവരുണ്ട്. അവർ 24 മണിക്കൂർ കഴിഞ്ഞ് പാഡ് മാറ്റുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റാണ്. മാക്സിമം 4 to 6 hours ആണ് ഒരു പാഡ് യൂസ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത്. അത് നമ്മുടെ പാഡ് സോഗി ആയാലും ഇല്ലെങ്കിലും, നമുക്ക് ബ്ലീഡിങ് കൂടുതലാണെങ്കിലും അല്ലെങ്കിലും ഈ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ പാഡ് മാറ്റണം. സോ ഒരുപാട് സമയം വെക്കാൻ വേണ്ടിയിട്ട് വലിയ പാഡ് ചൂസ് ചെയ്യരുത്.